ഞാൻ 10th കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നഴ്സിംഗാണ് താല്പര്യം. അങ്ങനെയാണ് +2 സയൻസ് എടുക്കണേ. അത് കഴിഞ്ഞ് അടുത്ത ഏത് കോളേജിലേക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ റിലേറ്റീവ് ഗാലക്സി വഴിയാണ് അഡ്മിഷൻ എടുത്തത്. ഷൺമുഖ കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന ആള് വഴിയാണ് ഞങ്ങളും ഗാലക്സിക്ക് വരുന്നത്. അഡ്മിഷൻ തൊട്ട് കോളേജിൽ കുട്ടീനെ ആക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോൾ ഫോൺ വിളിച്ചാലും മാഡം അതിന് പ്രതികരിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ കോള് കണ്ടില്ലെങ്കിൽ തന്നെ തിരിച്ചു വിളിച്ച് എന്ത് കാര്യങ്ങളും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മാഡം തീർത്ത് തരാനും എന്താ പറയുക നല്ലൊരു സഹകരണം തന്നെയാണ് ഗാലക്സിയിൽ നിന്ന് കിട്ടിയത്. ഞങ്ങൾ മൂലം ഞങ്ങളുടെ ഫ്രണ്ട്സും അങ്ങനെ ഇവിടുത്തെ ഒരു രീതികളൊക്കെ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഗാലക്സി വഴി ബന്ധപ്പെട്ട് തന്നെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമാണ്. വാർഡനായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത്യാവശ്യത്തിന് പിള്ളേർക്കുള്ള ഒരു എൻജോയ്മെന്റ് എന്ന് പറയാനായിട്ട് മാസത്തിലൊരു ദിവസം ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം അവർക്കൊരു ഫിലിമൊക്കെ കോളേജിന്റെ ഉള്ളിൽ ഈ ഹോസ്റ്റലിന്റെ ഉള്ളിൽ തന്നെ വലിയ സ്ക്രീനിൽ ഇട്ടിട്ട് അതേ കോമ്പൗണ്ടിൽ തന്നെ അവർ അവിടെ എത്തി ഒരു ഫിലിമൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികളുടെ മനസ്സ് റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജിലെ പഠിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ക്ലാസ് ഒക്കെ പെട്ടെന്ന് എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഗാലക്സി വഴി അത്രയും ധൈര്യത്തോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോഴും ഞങ്ങൾ ഗാലക്സിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ഇപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പോരുമ്പോ അവര് കോളേജ് ബസ്സിൽ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് കുട്ടികളെ എങ്ങനെ സ്റ്റേഷനിൽ അവിടേക്ക് എത്തും. കുറച്ച് ഒരു അരമണിക്കൂറിന്റെ ഒരു ദൂരമുണ്ട്. അപ്പൊ അവര് കോളേജ് ബസ്സിൽ അത്രയും റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ അവർ റെയിൽവേ സ്റ്റേഷനിൽ ആക്കുന്നുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് കുട്ടികളുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ ധൈര്യം ഉണ്ട് കുട്ടീനെ അങ്ങോട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ടായാലും വിടാനായിട്ട്. ഓക്കെ, താങ്ക് യു.